ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നല്ല ടീ ടൈം കേക്കായിട്ട് നമുക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഗീ കേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ചായക്കൊപ്പം സുഖമായിട്ട് കുട്ടികൾക്ക് ഒരുപാട് മധുരമൊന്നും ഇല്ലാതെ ക്രീമൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഗീ കേക്കാണ്, അതായത് ടീ ടൈം കേക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. ഞാനിപ്പോൾ ഒരു വലിയ അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ഏകദേശം 1.5 കിലോ അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ നല്ലൊരു ഗീ കേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് മൈദക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് 1.5 കപ്പ് മൈദക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ പോലെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു തവണ ഒന്ന് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അരിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ വിസ്ക് കൊണ്ട് മാത്രം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇനി 3 തവണ അരിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു തവണ അരിച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പൊടി അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസ് മുട്ടയാണ് കേട്ടോ. അപ്പോൾ മീഡിയം അല്ല, വലിയതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതിയേ. അപ്പോൾ ഞാനിപ്പം മീഡിയം സൈസ് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അളവാണ്. മീഡിയത്തിനും കുറച്ച് മേലെയായിട്ട് മധുരം ഉണ്ടാവും. പിന്നെ നല്ല മധുരം വേണമെന്നുള്ളവർ 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗീ കേക്ക് ആയതുകൊണ്ട് തന്നെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് മൈദയുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗീ കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അളവിൽ നെയ്യ് വേണം കേട്ടോ. അപ്പോൾ ഇതേ 1 കപ്പ് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വാനില എസൻസ് പകരം ഏലക്കാപ്പൊടി മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ വാനില എസൻസോ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി തൈര്, മുട്ടയ്ക്ക് പകരം തൈര് ചേർത്തിട്ടാണ് ആക്കുന്നതെങ്കിൽ നിങ്ങൾ വാനില എസൻസ് ഒഴിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഗീ കേക്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അല്ലാതെ തന്നെ. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗീയും വാനില എസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോൾ ഒരു 1/4 കപ്പ് പാലും കൂടെ എടുത്തിട്ട് അതും കൂടെ മിക്സ് ചെയ്തെടുത്തത് നമ്മുടെ ബാറ്റർ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച നമ്മുടെ മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ചേർത്തിട്ടുള്ള നമ്മുടെ കേക്ക് മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. അതെപ്പോഴും ഞാൻ എൻ്റെ എല്ലാ കേക്കിൻ്റെ വീഡിയോയിലും പറയുന്നതാണ്. പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഞാൻ എപ്പോഴും വീഡിയോ കുറച്ചൊരു മിക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരിത്തിരി സ്പീഡ് കൂട്ടി വെക്കുന്നതാണ്. വീഡിയോ ഒരുപാട് ലെങ്ത്തായി നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ പതുക്കെ തന്നെ മിക്സ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പം കുറച്ച് ഞാൻ സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ നമുക്ക് നമ്മുടെ 3 തവണയായിട്ട് നമ്മുടെ മൈദയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ തന്നെ മിക്സ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ടിൻ ഞാൻ എപ്പോഴും പറയണത് പോലെ മൈദ തടവുക, എന്നിട്ട് എണ്ണ തടവി കൊടുക്കുക, എന്നിട്ട് ബട്ടർ പേപ്പർ ഇടാം, എന്നിട്ട് മേലെ കുറച്ചും കൂടി എണ്ണ തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ബട്ടർ പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായി എണ്ണ തടവി കൊടുത്ത് കുറച്ച് മൈദ ഇട്ട് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ബാറ്റർ ഒഴിക്കാം. പിന്നെ ഇത് ബേക്ക് ചെയ്യുന്നത് എപ്പോഴും ഞാൻ സ്റ്റൗ ടോപ്പിൽ ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാറുണ്ട്. ഇതുപോലെ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് നമുക്കിത് ഏകദേശം ഇതിപ്പം ഞാൻ 1.5 കിലോ അളവിനായതുകൊണ്ട് തന്നെ ഒരു 45 മുതൽ 50 മിനിറ്റ് വരെയൊക്കെ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പാത്രത്തിന് ആവി വന്നു കേട്ടോ. അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല, അതെന്താ വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതേ മൂടി പാത്രത്തിൽ ആവി വെള്ളം വന്നു കേട്ടോ. അപ്പോൾ അത് പോയ സ്ഥലത്ത് കുറച്ച് വെള്ളം ഉറ്റിയതാണ് കേട്ടോ. അല്ലാതെ കേക്ക് ഇത് നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇത് എല്ലാ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടുക്കുന്നുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ മൂടിയിൽ നിന്ന് ആവി വെള്ളം വീണത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കേക്ക് തണുക്കുമ്പോഴേക്കും അത് ശരിയായിക്കോളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ഇനി ഇതിപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കി വെക്കണം. വെന്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചൂടിൽ വെക്കരുത്, ഹാർഡായി പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കി വെക്കുക. ഇനി അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം കുറച്ച് നേരം ഇതിങ്ങനെ വെച്ചിട്ട് ചെറിയൊരു ചൂട് ഒന്ന് ആറിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതേ ആ ആവി വെള്ളം മുറ്റിയ സ്ഥലത്ത് മാത്രം ഒരു നനവുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ആവി വെള്ളം ഉള്ളത് ഒന്ന് ഒരുവിധം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്, കുറച്ച് വലിപ്പമുള്ള, ഞാൻ പറഞ്ഞു 1.5 kg വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ലേ, നല്ല ഗീ കേക്ക്, നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് നമുക്ക് കുട്ടികൾ വൈകുന്നേരം വരുമ്പോഴേക്ക് നമുക്ക് അവർക്ക് ചായയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഒരു പീസ് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ, എന്തൊരു സ്പോഞ്ചി അല്ലേ, നല്ല ഉള്ളിലൊക്കെ നോക്കണം, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ഗീ കേക്കാണ്. എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയല്ലേ. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എന്തായാലും ഈ കേക്ക് പറ്റുന്നതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.